ഇന്ന് നമ്മൾ കാണാൻ നല്ല ഭംഗിയും അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതൊരു ആഫ്രിക്കൻ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൻ്റെ പേര് കോക്സിസ്റ്റേഴ്സ് എന്നാണ്. ഇതിന് ഏകദേശം നമ്മുടെ നെയ്വടയുടെയൊക്കെ ടേസ്റ്റായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഇനി നമുക്ക് ഒരു ബൗളിനകത്തേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 കപ്പ് കോൺഫ്ലോറാണ് ചേർക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം എല്ലായിടത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് ബട്ടറാണ്. ഉപ്പില്ലാത്ത ബട്ടർ വേണം ചേർക്കാനായിട്ട്. നിങ്ങൾ ബട്ടർ ചേർക്കുമ്പോൾ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കരുത്. ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് പുറത്ത് വെക്കുക. എന്നിട്ട് വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാനായിട്ട്. കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ബട്ടർ ചേർക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ വേണം ചേർക്കാനായിട്ട്. കാരണം നമ്മൾ ഇതിനകത്ത് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പില്ല ബട്ടർ ചേർക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഉപ്പായിട്ട് പോവും. അതുപോലെ നമ്മൾ 50 ഗ്രാം ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ബട്ടർ എല്ലായിടത്തും എത്തി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയും ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ പൊടിയുടെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ പാലൊഴിച്ചിട്ട് ഒരു മാവാക്കിയിട്ടെടുക്കണം. കുറേശ്ശെ പാൽ ചേർത്ത് കൊടുക്കുക. നമ്മളിതിനകത്തേക്ക് മുട്ടയൊക്കെ ചേർക്കുന്ന കാരണം ഒത്തിരി പാലിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ പാൽ ചേർത്തിട്ട് കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ 1/2 കപ്പ് പാലെടുത്തിട്ട് ആകെ ശകലം പാലിൻ്റെ ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള പാൽ നമുക്ക് മിച്ചം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആകുന്നവരെ കുഴച്ച് വേണം എടുക്കാൻ. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. ഒരു അരമണിക്കൂറോളം അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ആ സമയം കൊണ്ട് നമുക്കൊരു സിറപ്പ് റെഡിയാക്കാം. ഒരു പാനിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അടുത്തതായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ചേർത്താൽ മതി. ഇതിൽ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ ചെറിയ 2-3 കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ശകലം ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റുന്നുണ്ട്. ഈ പഞ്ചസാര ഒന്ന് നല്ലതുപോലെ മെൽറ്റായിട്ട് നമുക്കൊരു കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റോളം ഞാനിത് തിളപ്പിക്കുന്നുണ്ട്. ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് സ്റ്റൗന്ന് മാറ്റി വെക്കാം. ചൂടൊക്കെ നല്ലതുപോലെ പോയതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മുടെ സിറപ്പ് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരണം. ആ സമയം കൊണ്ട് നമ്മുടെ മാവ് വീണ്ടും നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ആദ്യം എടുക്കാം. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് 3 ബോൾസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഷേപ്പ് ചെയ്യുന്നത് നോക്കാം. കൈയിനകത്ത് ശകലം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു ബോൾ എടുത്തിട്ട് ഇതുപോലെ നീളത്തിലാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴങ്ങ് വലുതായിട്ട് വന്നോളൂ. ഒരെണ്ണം ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ കയ്യിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. ഒത്തിരി അങ്ങ് ഓയിലൊന്നും ആക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് നല്ലപോലെ വലിഞ്ഞ് വന്നോളൂ. ഇങ്ങനെ നമുക്ക് 3 ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 3 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഷേപ്പ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ നമുക്ക് 3 വെച്ച് കൊടുക്കുക. ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുടി പിന്നിടുന്ന പോലെ ചെയ്തേക്കാം. മുടി പിന്നിടാനൊക്കെ നിങ്ങൾക്കറിയാലോ, അതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഭാഗം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഒത്തിരി മാവ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള മാവ് മാറ്റിക്കളയാം. അതുപോലെ മുകൾ ഭാഗം ഒത്തിരി മാവ് ഉണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കത് എടുത്ത് കളയാം. നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാണാൻ എന്ത് ക്യൂട്ടായല്ലേ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. ഇനി ഇതിലും ചെറുത് മതിയെങ്കിൽ ചെറിയ ബോൾസ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നീളത്തിലാക്കിയിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം 3 വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇതുപോലെ 3 വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മുടി പിന്നിടുന്ന പോലെ ചെയ്തേക്കാം. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷേപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെടും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒത്തിരി വലുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വലുതാക്കിയിട്ട് വേണം എടുക്കാം. ഇതിലും ചെറുത് മതിയെങ്കിൽ അതിലും ചെറുതാക്കിയിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇതാണ് ഇതിൻ്റെ ഷേപ്പ് കേട്ടോ. അങ്ങനെ എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒരു പാനിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായാൽ നമുക്കൊന്ന് തീ കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഓരോന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. 2 സൈഡും നല്ലതുപോലെ കളറൊക്കെ മാറുന്ന വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ ചെറിയ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഭാഗം ഗോൾഡൻ കളർ ആയാൽ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഒരുപോലെ ഗോൾഡൻ കളർ ആയാൽ നമുക്കിത് കോരിയെടുക്കാം. എണ്ണയൊന്നും കുടിക്കത്തില്ല. നമ്മളിങ്ങനെ കോരിയെടുക്കുമ്പം തന്നെ അതിനകത്തുള്ള എണ്ണയൊക്കെ പോവും. 2 സൈഡും ഒരുപോലെ കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഞാൻ എല്ലാം കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒന്ന് പ്രസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് തുറന്നു പോവും. നമ്മൾ ഫ്രൈ ചെയ്തതിൽ ചിലതൊക്കെ ഇതുപോലെ താഴ്ഭാഗവും മുകൾ ഭാഗമൊക്കെ ആയിട്ട് തുറന്നു പോയിട്ടുണ്ട്. ഞാൻ നല്ലതുപോലെ പ്രസ് ചെയ്യാതെ ചേർത്തതാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. നിങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സിറപ്പ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള പട്ടയും അതുപോലെ ഇഞ്ചിയൊക്കെ നമുക്ക് എടുത്ത് കളയാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കാം. ഈ സിറപ്പിൽ ചേർത്തിട്ട് ഉടനെ തന്നെ വേണമെങ്കിൽ എടുക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ച് സമയം വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് എടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സിറപ്പിലോട്ട് അങ്ങ് താഴ്ന്നു പോയിക്കോളും. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഈ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് ഒന്ന് താഴ്ത്തി കൊടുത്തേക്കാം. അങ്ങനെ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. ചെറിയ മധുരം മതിയെങ്കിൽ അങ്ങനെ ഞാൻ നേരത്തെ ചെയ്ത പോലെ ചെയ്തെടുത്താൽ മതി. ഇവിടെ കുറച്ചൊന്നും മധുരം വേണം. അതുകൊണ്ട് ഞാനിത് വീണ്ടും ആ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനും ഞാൻ ആ സിറപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു 10 മിനിറ്റോളം ഞാനിങ്ങനെ സിറപ്പിൽ വെക്കുന്നുണ്ട്. എന്നിട്ടാണ് കോരിയെടുക്കുന്നത്. അങ്ങനെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിത് എടുത്തതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചേക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോലെ. ഇതുപോലെയുള്ള റെസിപ്പിയുമായി വീണ്ടും വരാം.